സ്ത്രീകളുടെ മൂഡ് സ്വിങ്ങിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ കാരണം കുറെ വിമർശനങ്ങൾ ഇങ്ങനെ ഏറ്റവും അഭിഷാദ് ഭായ്, നമ്മള് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തട്ടി നടക്കാൻ പറ്റാത്ത ഈ സോഷ്യൽ മീഡിയയിൽ കൂടുപോലെ ഉണ്ടല്ലേ. പക്ഷെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു അവതരണം, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സംസാര രീതിയും തമാശ കലർത്തിയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ വല്ലപ്പോഴും കാണുന്ന വീഡിയോസ് ആണത്. അതായത് നിങ്ങൾ പറഞ്ഞ സബ്ജക്ട് ഈ മൂഡ് സ്വിംഗ് സമയത്ത് സ്ത്രീകൾക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന, ലാളന, സ്നേഹം, ആ ഒരു ചേർത്ത് പിടിക്കല് പുരുഷനും ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ് അല്ലടാ, തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ്. പുരുഷന്മാരുടെ ലൈഫിൽ മൂഡ് സ്വിംഗ് ഉണ്ട്, മൂഡ് ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്. അത് ഓർത്ത് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ കുടുംബം പട്ടിണിയാവും ഇല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചോ അഭിഷേക് ഭായ്, നമ്മൾ നേരെ വെളുത്തപാട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, അധ്വാനിക്കാൻ വേണ്ടി രാവിലെ പോയിട്ട് എല്ലാം മുറിയെ പണിയെടുത്തിട്ട് ചോര നീരാക്കിയിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വരുമ്പോ മൂഡ് സ്വിംഗ് ആക്ട് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ഓക്കെ, റിയാലിറ്റി ഉണ്ട്. മൂഡ് സ്വിംഗ് അത് ഡിപ്രഷൻ, ഹോർമോൺ ചേഞ്ച് പ്രകാരം അല്ലെങ്കിൽ പീരിയഡ് സമയത്തൊക്കെ ആക്ടിംഗ് ഉണ്ട്. ചെറിയ ചില്ലി മാറ്ററിനടക്കം മൂഡ് സ്വിംഗ് ആയിട്ട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ വളയിട്ട കൈകൾ കൊണ്ട് ഒരു ചായ, ആ കുട്ടികളെ സന്തോഷത്തെ വാരി പുണരാൻ നേരത്തെ ഇവർ മൂഡ് സ്വിംഗ് ആയിട്ട് അഭിനയിക്കുമ്പോൾ ആ പുരുഷന്റെ മാനസികാവസ്ഥ അത് വളരെ എന്താ പറയുക സമ്മർദ്ദത്തിലുള്ള ഇതാണ്, വെല്ലുവിളിയാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. മൂഡ് സ്വിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഭാര്യമാർക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എങ്കിലും സ്ത്രീകൾ കിട്ടുന്ന അതേ പരിഗണന തന്നെ പുരുഷനും അത്യാവശ്യമാണ് അല്ലെ? ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് തലവിടാനോ ആ സമയത്ത് ആരാളുള്ളത്?